വാളയാർ പീഡന കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളെയും പ്രതി ചേർത്ത് CBI കുറ്റപത്രം സമർപ്പിച്ചതിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാൻ കുടുംബം. ബലാത്സംഗ പ്രേരണാ കുറ്റം ചുമത്തിയാണ് രക്ഷിതാക്കളെ കേസിൽ പ്രതിയാക്കിയിരിക്കുന്നത്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമെന്ന് അറിയാമായിരുന്നുവെന്ന് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മക്കൾ പീഡിപ്പിക്കപ്പെട്ടത് അറിഞ്ഞതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ബന്ധുവായ പ്രതി മകളോട് മോശമായി പെരുമാറിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വീട്ടിൽ കയറി തല്ലി. നിയമവശങ്ങൾ അറിയാത്തതിനാലാണ് അന്ന് പരാതി നൽകാതിരുന്നത്. അഡ്വക്കേറ്റ് രാജേഷ് മേനോനെ ഇനിയെങ്കിലും പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. കേസിൽ ഞെട്ടിക്കുന്ന കുറ്റപത്രമാണ് CBI സമർപ്പിച്ചത്. പെൺകുട്ടികളുടെ അമ്മയെയും അച്ഛനെയും പ്രതി ചേർത്തുകൊണ്ടാണ് അന്തിമ കുറ്റപത്രം. പ്രേരണാ കുറ്റമാണ് രക്ഷിതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതറിഞ്ഞിട്ടും രക്ഷിതാക്കൾ അത് മറച്ചുവെച്ചുവെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. CBI അന്വേഷണം ആരാണ് ആവശ്യപ്പെട്ടതെന്നും സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരെ കുടുംബം പറഞ്ഞത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്നും മന്ത്രി MB രാജേഷ്. CBI അന്വേഷണം ആരാ ആവശ്യപ്പെട്ടത്? CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും പോലീസിനും എതിരായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യാജമായിരുന്നു എന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായില്ലേ? ഈ സത്യത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. 2017 13ഉം 9ഉം വയസ്സുള്ള പെൺകുട്ടികളെ ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് അന്വേഷിച്ച കേസ് CBIയിലെത്തി. 2021 പെൺകുട്ടികളുടേത് ആത്മഹത്യ എന്ന തരത്തിൽ CBI കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടാണ് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചത്. 24 പാലക്കാട്.